Hello. എക്സ്ട്രാ ഫാഷൻ ബൊട്ടീക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. പിന്നെ നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ഒരു ഹാൻഡ് പിക്ക് കളക്ഷൻ സാരീസ് ആയിട്ടാണ്. മോസ്റ്റ് റിക്വസ്റ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ചന്ദേരി സിൽക്ക് സാരിയിൽ നെറ്റ് കട്ട് വർക്ക് വന്നിരിക്കുന്ന ഒരു പാറ്റേൺ സാരീസ്. ആ സാരീസിന് ഒത്തിരി എൻക്വയറീസും ഒത്തിരി നമുക്ക് റിക്വസ്റ്റും ഒക്കെ വന്നിരിക്കുന്ന റീസ്റ്റോക്ക് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ച് ഒത്തിരി റിക്വസ്റ്റ് വന്നൊരു സാരിയാണ്. അപ്പോൾ ആ സാരിയുടെ തന്നെ സിമിലർ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് നമ്മളിന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ നേരത്തെ തന്നെ ക്ലിയർ ആയിട്ട് പറയുവാണ്, നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള പീസ് മാത്രമേ ഈ സാരിയിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ പെട്ടെന്ന് തന്നെ വാട്സ്ആപ്പ് ചെയ്യുന്ന ആൾക്കാർക്ക് നമുക്ക് റെഡി ടു ഡിസ്പാച്ച്ഡ് ആയിട്ട് അവൈലബിൾ ആക്കാനായിട്ട് പറ്റത്തുള്ളൂ. പക്ഷെ നമ്മൾ ഈ ഒരു പ്രാവശ്യം പുതിയൊരു സ്കീം കൂടെ കൊണ്ടുവരുവാണ്. നമുക്ക് പ്രീ ബുക്കിംഗ് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അത് മറ്റേ ആ ഒരു നേരത്തെ വീഡിയോയിൽ കാണിച്ച ആ ഒരു സാരിക്കാണെങ്കിലും ഈ ഒരു ഡിസൈനിനാണെങ്കിലും പ്രീ ബുക്കിംഗ് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ സാരി വാങ്ങിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ, നേരത്തെ കാണിച്ച സാരി ആണെങ്കിലും ഇപ്പം നമ്മൾ കാണിക്കാൻ പോകുന്ന ഡിസൈൻ ആണെങ്കിലും വാങ്ങിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ, അതായത് സ്റ്റോക്ക് ഔട്ട് ആയി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സാരി പ്രീ ബുക്ക് ചെയ്ത് സ്വന്തമാക്കാനായിട്ട് സാധിക്കും. പ്രീ ബുക്ക് ചെയ്യുവാണെങ്കിൽ നമ്മൾ 3 to 4 വീക്സിനുള്ളിൽ ഡിസ്പാച്ച് ചെയ്യുന്നത് പോലെ നമ്മൾ സാരീസ് റീസ്റ്റോക്ക് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. അപ്പം നമ്മൾ ഇപ്പം ഒത്തിരി എൻക്വയറീസ് വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ എത്ര സ്റ്റോക്ക് നമുക്ക് എടുത്താലും ഈ ഒരു റൺ ഔട്ട് ആവുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഈ പ്രാവശ്യം പ്രീ ബുക്ക് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് മാത്രമേ റീസ്റ്റോക്ക് ചെയ്ത് കൊടുക്കുള്ളൂ. അപ്പം നമ്മൾ ഇതിനൊരു ലിമിറ്റ് വെച്ചിട്ടുണ്ട്. അതായത് നമുക്ക് ഒരു പരിധിക്കപ്പുറം നമുക്ക് ഈ ഒരു പീസ് നമുക്ക് റീസ്റ്റോക്ക് ചെയ്യാനായിട്ട് അവൈലബിലിറ്റി കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊരു ലിമിറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ലിമിറ്റ് റീച്ച് ചെയ്യുന്നത് വരെ നിങ്ങൾക്ക് പ്രീ ബുക്ക് ചെയ്യാം. പ്രീ ബുക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് 3 to 4 വീക്സിനുള്ളിൽ നമ്മൾ സാരീസ് ഡിസ്പാച്ച് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്ന ഡിസൈൻസ് ഒന്ന് കാണാം. അപ്പൊ നമ്മൾ ഫസ്റ്റ് കാണിക്കുന്നത് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തിൽ ഏറ്റവും കൂടുതൽ എൻക്വയറീസ് വന്ന ഈ ഗ്രീൻ ഷെയ്ഡ് തന്നെയാണ്. ഇതൊരു നല്ലൊരു പിസ്ത ഗ്രീൻ ഷെയ്ഡാണ്. ഞാൻ ലാസ്റ്റ് ആ ഒരു വീഡിയോ പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എക്സാക്ട് ഒരു പിസ്ത ഗ്രീൻ ഷെയ്ഡാണ്. നമുക്ക് കോട്ടൺ ചെക്കോട്ടയിൽ വരുന്ന ആ ഒരു പിസ്ത ഗ്രീൻ എന്ന് പറയുന്ന ഗ്രീൻ അല്ല, എക്സാക്ട് നമ്മുടെ പിസ്തയുടെ ഐസ്ക്രീമിന്റെ കളർ വരുന്ന പോലത്തെ ആ ഒരു ഗ്രീൻ ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡാണ്. നമുക്ക് ലാസ്റ്റ് ഈ ഒരു ചന്ദേരി സിൽക്കിൽ ഏറ്റവും ഡിമാൻഡ് വന്ന 2 ഷെയ്ഡ്സ് ആയിരുന്നു, ഈ ഗ്രീനും ബ്ലൂവും. അപ്പോൾ ആ ഒരു ഗ്രീൻ ഷെയ്ഡ് തന്നെ നമ്മൾ ഫസ്റ്റ് കാണിക്കുന്നത്. ഇതിനകത്ത് ഡിസൈൻസിന് കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നു. മറ്റേതിനകത്തേക്കാളും കുറച്ചും കൂടെ നെറ്റ് ആപ്ലിക് വർക്ക് ഒരു നല്ലതായിട്ട് ആ ഒരു ഹൈലൈറ്റ് നെറ്റിന് വരുന്നത് പോലെ ഫുൾ ബോർഡറിൽ കൂടെയും നെറ്റ് അറ്റാച്ച് ചെയ്തതിന് ശേഷം അതിനകത്ത് ഈ ഒരു ആപ്ലിക് വർക്ക് ചെയ്തിരിക്കുന്നത് പോലെയാണ് ഇതിനകത്ത് ഈ ഒരു വർക്ക് വന്നിരിക്കുന്നത്. ഫുൾ ബോർഡറിൽ കൂടെ ഒരു സ്കാലപ്പ് വർക്കും വന്നിട്ടുണ്ട്. ഉള്ളിൽ കൂടെ ഒരു സ്കാലപ്പ് വർക്ക് പോലെ അറ്റാച്ച് ചെയ്തിരിക്കുകയാണ് നെറ്റ്. ഇതുണ്ട്, ഇതൊരു ബോർഡർ ആയിട്ട് ഉള്ളിൽ കൂടെ അറ്റാച്ച് ചെയ്ത് ഇങ്ങനെ ഒരു നെറ്റിന്റെ പീസ് ഇങ്ങനെ അറ്റാച്ച് ചെയ്തതിന് ശേഷം നെറ്റിന്റെ മുകളിൽ കൂടെ ആപ്ലിക് വർക്ക് വരുന്നത് പോലെ ഈ ഒരു സാരി വന്നിരിക്കുന്നത്. നമ്മൾ നേരത്തെ കാണിച്ച സാരി എന്ന് പറയുന്നത് അതിന്റെ ബോർഡറിൽ കൂടെ നെറ്റ് വെച്ചിട്ട് നെറ്റ് കട്ട് വർക്ക് ചെയ്തിരിക്കുന്നതായിരുന്നു. ഇത് നെറ്റിന്റെ മുകളിൽ കൂടെ ആപ്ലിക് വർക്ക് ചെയ്തിരിക്കുന്ന ഒരു പാറ്റേൺ ആണ്. നല്ല ഭംഗിയായിട്ട് ഫുൾ ബോർഡറിലും നമ്മൾ നേരത്തെ കാണിച്ച സാരിയിലെ പോലെ തന്നെ ഫുൾ ബോർഡറിലും ഈ ഒരു ഡിസൈൻ വന്നിട്ടുണ്ട്. ഇത് ഇതിന്റെ പല്ലു പോർഷൻ ആണ്. പല്ലു പോർഷൻ വരുമ്പോൾ ഇങ്ങനെ ബോർഡർ കവർ ചെയ്ത് ആ ഒരു ക്രോസ് ചെയ്ത് വരുന്ന പോലെ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത്. അല്ലാണ്ട് പല്ലുവിന്റെ സെൻട്രൽ കൂടെ, അതായത് ബോഡി പോർഷനിൽ വർക്കൊന്നുമില്ല. സാരിയുടെ ഫുള്ളും ബോർഡർ പോർഷനിൽ മാത്രമേ വർക്കുള്ളൂ. അതിന്റെ നമ്മൾ ഉടുത്ത് വരുമ്പം കാണുന്ന ഫുൾ ബോർഡറിലും ഈ ഒരു ഡിസൈൻ വരുന്നത് പോലെ ഈ ഒരു സാരി വരുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ ചാർട്ട് തന്നെയാണ് ഈ ഒരു സാരീസ് നമുക്ക് വരുന്നത്. നമുക്ക് ലാസ്റ്റ് ടൈം വന്നിരിക്കുന്ന സെയിം കളർ ചാർട്ട് തന്നെയാണ്. ആ ഒരു 5 ഷെയ്ഡ്സ് തന്നെയാണ് നമുക്ക് ഈ ഒരു പ്രാവശ്യം അവൈലബിൾ ആയിട്ടുള്ള ചന്ദേരി സിൽക്കിൽ. നമുക്ക് ആ ഒരു ഷെയ്ഡാണ് ഇപ്പോഴും അവൈലബിൾ ആയിട്ടുള്ളത്. ഞാനൊരു സിംഗിൾ ലെയറിൽ ഈ ഒരു സാരിയുടെ കട്ടിയൊക്കെ കാണിച്ചു തരാം. ഇങ്ങനെയാണ് ഈ ഒരു സാരി വരുന്നത്. ഇത് കണ്ടോ, ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് ചന്ദേരി സിൽക്ക് ട്രാൻസ്പെറന്റ് ആണെന്നൊക്കെ. കോട്ട പോലെ ട്രാൻസ്പെറന്റ് അല്ല ചന്ദേരി സിൽക്ക്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആണ്. അതുകൊണ്ട് തന്നെ ഉടുത്താൽ നന്നായിട്ട് ഒതുങ്ങി കിടക്കുകയും നല്ല ഭംഗിയായിട്ട് വരുന്നൊരു ഫാബ്രിക് ആണ്. എന്നാൽ സിംഗിൾ ലെയറിൽ ലൈറ്റ് ആയിട്ട് ട്രാൻസ്പെറന്റ് തന്നെയാണ്. അത് ഓൾമോസ്റ്റ് എല്ലാ മെറ്റീരിയൽസും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള എല്ലാ ഫാബ്രിക്സും ഇത്രയൊക്കെ ട്രാൻസ്പെറന്റ് തന്നെയാണ്. അതിലും ട്രാൻസ്പെറൻസി കുറയുമ്പോഴത്തേനും മെറ്റീരിയലിന് കട്ടി കൂടും. ഇതിപ്പോൾ മെറ്റീരിയൽ അത്രയും സോഫ്റ്റും ലൈറ്റ് വെയിറ്റും ആയതുകൊണ്ട് ഒരു ചെറിയൊരു ട്രാൻസ്പെറൻസി ആ ഒരു മെറ്റീരിയലിനുണ്ട്. എന്നാലും ഭയങ്കര ട്രാൻസ്പെറന്റ് മെറ്റീരിയൽ എന്ന് പറയാൻ പറ്റില്ല. ഇപ്പം ഞാനൊരു ഭയങ്കര കോൺട്രാസ്റ്റ് ഷെയ്ഡ് ഡ്രസ്സ് അകത്തിട്ടിരിക്കുന്നത് കൊണ്ടാണ് ഇത്രയും ആ ഒരു കളർ. എന്നാൽ പോലും ബ്ലാക്ക് കളർ പോലും ഇത്രയും ഒരു രീതിയിലേ നമുക്ക് പുറത്തോട്ട് കാണാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ സെയിം കളർ സെൽഫ് ബ്ലൗസ് ഒക്കെ ഇട്ട് കഴിയുമ്പോഴത്തേനും ഇത്രയും ട്രാൻസ്പെറൻസി ആ ഒരു മെറ്റീരിയലിന് ഫീൽ ചെയ്യത്തില്ല. അതുപോലെ നമുക്ക് അതുകൊണ്ട് തന്നെ നമുക്ക് സിംഗിൾ ലെയറിലാണെങ്കിലും ഈ സാരി വെയർ ചെയ്യാൻ പറ്റും. അല്ല ഫ്ലീറ്റഡ് ആയിട്ടാണെങ്കിലും 2 ബോർഡറിലും ഫുള്ളായിട്ട് ഈ ഒരു വർക്ക് ഉള്ളത് കൊണ്ട് തന്നെ ഉടുത്ത് കഴിയുമ്പോൾ നല്ലൊരു ഫിനിഷ് ലുക്കുള്ള സാരി ആയിരിക്കും. പിന്നെ ഒത്തിരി ആൾക്കാർ നമ്മളോട് പല രീതിയിൽ സജഷൻസ് പറയാറുണ്ട്. ചിലർ പറയും നമുക്ക് ദേഹത്തൊന്ന് വെച്ച് കാണിക്കാവോ എന്ന് ചോദിക്കുന്നവരുണ്ട്. ചില വീഡിയോസിൽ നമുക്ക് അതിൻ്റെ ഒരു ലിമിറ്റേഷൻസ് ഒക്കെ കൊണ്ടാണ് നമ്മൾ അങ്ങനെ കാണിക്കാൻ പറ്റാതെ പോകുന്നത്. മാക്സിമം നമ്മൾ അങ്ങനെ ദേഹത്തൊക്കെ വെച്ച് ആൾക്കാർക്ക് എങ്ങനെയാണ് ആ ഫൈനൽ ലുക്ക് വരുന്നതെന്ന് പറയുന്നത് പോലെ കാണിക്കാറുണ്ട്. അതുപോലെ ഒത്തിരി ഡിസ്ക്രിപ്ഷൻ വേണ്ട, ഒത്തിരി ടൈം ലാഗ് വേണ്ട എന്ന് പറയുന്ന കസ്റ്റമേഴ്സ് മീൻസ് വീഡിയോ കാണുന്ന ആൾക്കാരും ഉണ്ട്. അപ്പം അത് നമുക്ക് ഈ പറഞ്ഞ പലതരം ആൾക്കാരുണ്ട്. ചിലർക്ക് ഒത്തിരി ഡിസ്ക്രിപ്ഷൻ വേണം, ഓൺലൈനായിട്ട് വാങ്ങിക്കുന്നതുകൊണ്ട് ഒത്തിരി ഡിസ്ക്രിപ്ഷൻ വേണം. അപ്പോൾ എല്ലാ ആൾക്കാരെയും സാറ്റിസ്ഫൈ ചെയ്യുന്നത് പോലെ നമ്മൾ മാക്സിമം ചെയ്യുന്നതാണ്. ഡിസ്ക്രിപ്ഷനൊക്കെ വീണ്ടും റിപ്പീറ്റഡ്ലി പറയുന്നത് അങ്ങനെ ആഗ്രഹിക്കുന്ന ആൾക്കാരും ഉണ്ട്. അതുകൊണ്ടാട്ടോ. അപ്പം നമ്മുടെ ഫസ്റ്റ് സാരി ഇതാണ്. ഇതിൻ്റെ നമ്മൾ ലാസ്റ്റ് കാണിച്ച പാറ്റേൺ പോലെ തന്നെ
ബ്ലൗസ് അറ്റാച്ച്ഡ് ആയിട്ടുണ്ട്. ബ്ലൗസ് വരുമ്പോഴത്തേനും സ്ലീവിൽ ഇത് സെയിം വർക്ക്, സ്ലീവിൻ്റെ എൻഡ് ബോർഡേഴ്സിൽ ഈ സെയിം വർക്ക് വരുന്നത് പോലെയാണ് ബ്ലൗസ് പീസ് വരുന്നത്. സെയിം മെറ്റീരിയൽ തന്നെയാണ് ബ്ലൗസ് വരുന്നത്. സെയിം മെറ്റീരിയൽ തന്നെ ബ്ലൗസിൻ്റെ എൻഡ് പോർഷനിൽ സ്ലീവ്സിൻ്റെ എൻഡിൽ ഈ ഒരു പാറ്റേണിൽ ആ സെയിം നെറ്റ് കട്ട് വർക്കിൽ ആപ്ലിക് വർക്ക് വരുന്നത് പോലെയാണ് ഈ ഒരു സാരിയിൽ ഡിസൈൻ വന്നിരിക്കുന്നത്. ഈ ഒരു സാരിയുടെ റേറ്റ് വരുന്നത് 3259 ആണ്. അപ്പം നേരത്തെ സാരിയിലേക്കാളും റേറ്റിന് വ്യത്യാസമുണ്ട്, ചെറിയ റേറ്റിന് വ്യത്യാസമുണ്ട്. അതിൻ്റെ വർക്കിൻ്റെ വ്യത്യാസം കൊണ്ട് തന്നെയാണ്. ലാസ്റ്റ് വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ആ സെയിം വർക്ക് അല്ല ഇത്. ഞാൻ ഓൾറെഡി 1-2 പ്രാവശ്യം പറഞ്ഞതുപോലെ നെറ്റ് അറ്റാച്ച് ചെയ്തതിന് ശേഷം നെറ്റിൻ്റെ മുകളിൽ കൂടെ ആപ്ലിക് വർക്ക് വന്നിരിക്കുന്ന പാറ്റേൺ ആണ്. മറ്റേത് ബോർഡറിനകത്ത് ഒരു നെറ്റ് കട്ട് വർക്ക് വന്നിരിക്കുന്ന പാറ്റേൺ ആയിരുന്നു. നിങ്ങൾ നേരത്തെ വീഡിയോ കണ്ടവർക്ക് അറിയാം, അല്ലെങ്കിൽ ആ വീഡിയോ ഒന്ന് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ചെക്ക് ചെയ്താൽ നമുക്ക് ഡിസൈനിൻ്റെ ഡിഫറൻസ് അറിയാം. ഈ 2 പാറ്റേൺ സാരീസും നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ, ഈ സാരി ഇപ്പം നമ്മുടെ ലിമിറ്റഡ് പീസ് അവൈലബിൾ ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ വാട്സാപ്പ് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് ഡിസ്പാച്ച് ചെയ്യാൻ പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് 2 സാരീസും പ്രീ ബുക്ക് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പം വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് പ്രീ ബുക്ക് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു പിങ്ക് ഷെയ്ഡാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഞാൻ വീണ്ടും എല്ലാ സാരീസും ഭയങ്കരമായിട്ട് ഉടയ്ക്കുന്നില്ല. നമ്മൾ നേരത്തെ കാണിച്ച സെയിം പാറ്റേൺ, കളർ ചേഞ്ച് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഇതിൻ്റെ പിങ്ക് ഷെയ്ഡാണ്. നെക്സ്റ്റ് നല്ല പേസ്റ്റൽ പിങ്ക് ആണ്. ബേബി പിങ്കിൻ്റെ ഒരു ലൈറ്റർ ഷെയ്ഡാണ്. ഏറ്റവും ലൈറ്റ് ആയിട്ടുള്ള ബേബി പിങ്ക് ഷെയ്ഡാണ്. ഭയങ്കര ബ്രൈറ്റ്നസ് ഉള്ള കളറല്ല, ലൈറ്റ് പേസ്റ്റൽ ബേബി പിങ്ക് ഷെയ്ഡാണ്. സെയിം ആ ഒരു പിങ്ക് കളറിലെ നെറ്റ് കട്ട് വർക്ക് വന്നിട്ട് നെറ്റിൻ്റെ ബോർഡർ വന്നിട്ട് അതിനകത്തൂടെ ആ ഒരു ആപ്ലിക് വർക്ക് വന്നിരിക്കുന്നതാണ്. വളരെ നീറ്റ് ആൻഡ് ഇതായിട്ടുള്ള നമുക്കൊരു പാർട്ടിക്കൊക്കെ ഉപയോഗിക്കാവുന്ന പോലത്തെ നല്ലൊരു സാരിയാണ്. കളറാണെങ്കിലും ഒക്കെ ഭയങ്കരമായിട്ട് എറിച്ച് നിൽക്കുന്ന കളേഴ്സ് അല്ല, ലൈറ്റ് ഷെയ്ഡ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പറ്റുന്ന കളർ ചാർട്ടുമാണ്. നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ ഒരു പീച്ച് ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. പീച്ചും പിങ്കും വലിയ ഡിഫറൻസ് വരത്തില്ല. നമുക്ക് മീൻസ് ഫോട്ടോസിലൊക്കെ കാണുമ്പോഴാണെങ്കിലും വലിയൊരു ഡിഫറൻസ് വരുന്ന പോലത്തെ ഷെയ്ഡ്സ് അല്ല പീച്ചും പിങ്കും വരുന്നത്. രണ്ടും പേസ്റ്റൽ ഷെയ്ഡ്സ് ആയതുകൊണ്ട് തന്നെ രണ്ടും ഇത് കണ്ടോ വലിയ ഡിഫറൻസ് ഒന്നും ഇല്ലാത്ത പോലെ. എന്നാൽ ഒന്ന് പീച്ചും ഒന്ന് പിങ്ക് ഷെയ്ഡുമാണ്. ഭയങ്കര ഒരു കോൺട്രാസ്റ്റ് ചെയ്യുന്ന പോലത്തെ കളേഴ്സ് അല്ല. ഫോട്ടോയിൽ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇതിൽ പീച്ചാണോ പിങ്ക് ആണോ എന്നൊരു കൺഫ്യൂഷൻ വരുന്നതോടെ ഞാൻ രണ്ടുകൂടെ ഒരുമിച്ച് കാണിക്കുന്നത്. ലാസ്റ്റ് ടൈം വീഡിയോയിൽ കുറേ ആൾക്കാർക്ക് അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഇത് ലൈറ്റ് പിങ്കും ഇത് ബ്രൈറ്റ് പിങ്കും ആണോ എന്നൊക്കെ ചോദിച്ച ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ്. ഇത് പീച്ച് ഷെയ്ഡും ഇത് ബേബി പിങ്ക് ഷെയ്ഡുമാണ്. രണ്ടും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 2 ഷെയ്ഡ്സ് ആണ്. എല്ലാവർക്കും ഒക്കെ ഒത്തിരി ഇഷ്ടമുള്ള ഷെയ്ഡ്സ് ആണ്. നല്ലൊരു പേളോ ജ്വല്ലറി ഒക്കെ വെച്ച് പെയർ ചെയ്യുവാണെങ്കിൽ നല്ല എലഗൻ്റ് ആയിട്ട് നല്ല ക്ലാസി ലുക്കിൽ നമുക്കൊരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ ചന്തേരി സിൽക്ക് ഫാബ്രിക് ആയതുകൊണ്ട് തന്നെ ആ ഒരു ഫാബ്രിക്കിന് ഒരു ഷൈനിങ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്കൊരു നല്ലൊരു പാർട്ടി വെയർ ലുക്കും ഒക്കെ തരുന്ന സാരീസ് ആണ്. പിന്നെ നെക്സ്റ്റ് ഷെയ്ഡ്സ് വരുന്നത് നമ്മുടെ ഈ ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡാണ്. ഓഫ് വൈറ്റ് ഷെയ്ഡും നമുക്ക് ലാസ്റ്റ് ടൈം നല്ല ഡിമാൻഡ് ഉണ്ടായിരുന്ന ഷെയ്ഡാണ്. ഒത്തിരി ആൾക്കാർ ഹോളി കമ്മ്യൂണിന് വേണ്ടി ബാപ്റ്റിസത്തിന് വേണ്ടിയൊക്കെ ഇത് റീസ്റ്റോക്ക് ചെയ്യാവോ എന്ന് ചോദിച്ച് നമുക്ക് ഒത്തിരി എൻക്വയറീസ് വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ ചോദിച്ചവരോടൊക്കെ ഞാൻ പേഴ്സണൽ മെസ്സേജ് ആയിട്ട് അയച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ വീഡിയോയിൽ പറയുവാണ്, ആർക്കെങ്കിലും ഒക്കെ ഇത് മെയ് ലാസ്റ്റ് വീക്കിലേക്ക് മതിയെന്നുണ്ടെങ്കിൽ പ്രീ ബുക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ സാരീസ് അവൈലബിൾ ആക്കി കൊടുക്കാൻ പറ്റും. ഇതും ഇതിൻ്റെ മറ്റേ ഡിസൈനും നമുക്ക് അവൈലബിൾ ആക്കി കൊടുക്കാൻ പറ്റും. അപ്പം അന്നേരത്തേനാണെങ്കിൽ പെട്ടെന്ന് തന്നെ പ്രീ ബുക്ക് ചെയ്യുക. ആ ഡിസൈൻ ഈ ഡിസൈൻ നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ വാട്സാപ്പ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഡിസ്പാച്ച് ചെയ്യാനായിട്ടും സാധിക്കുന്നതായിരിക്കും. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ബ്ലൂ ഷെയ്ഡാണ്. ഈ ബ്ലൂ ഷെയ്ഡും ഒത്തിരി ആൾക്കാർ റീസ്റ്റോക്ക് ചോദിച്ചിരിക്കുന്ന ഒരു ഷെയ്ഡാണ്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ പ്രീ ബുക്കിംഗ് ആൾക്കാർ പെട്ടെന്ന് തന്നെ ചെയ്യുവാണെങ്കിൽ നമുക്ക് പ്രീ ബുക്കിംഗ് നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള നമ്പേഴ്സേ അവൈലബിൾ ആവത്തുള്ളൂ. നമുക്ക് ഒത്തിരി ഡേയ്സ് ലോങ് ആയിട്ട് പ്രീ ബുക്കിംഗ് അവൈലബിൾ അല്ല. അത് നമുക്കൊരു ലിമിറ്റഡ് നമ്പർ വെച്ചിട്ടുണ്ട്. ആ നമ്പർ എപ്പോൾ റീച്ച് ചെയ്യുമോ അപ്പോൾ നമ്മൾ പ്രീ ബുക്കിംഗ് ക്ലോസ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ സാരീസ് പ്രീ ബുക്ക് ചെയ്യാനാണെങ്കിലോ അതുപോലെ ഈ ഡിസൈൻ വാങ്ങിക്കാനോ താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക. ചിലപ്പോഴൊക്കെ നമ്മൾ വീഡിയോസിൽ കാണിക്കുന്ന ആ ഒരു മണിക്കൂറുകളിൽ തന്നെ നമ്മുടെ സാരീസ് സ്റ്റോക്ക് ഔട്ട് ആകാറുണ്ട്. അപ്പോൾ ഒത്തിരി ആൾക്കാർ നമ്മളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് സാരീസ് സ്റ്റോക്ക് ഔട്ട് ആകുമ്പോൾ ഒന്നെങ്കിൽ റീസ്റ്റോക്ക് ചോദിച്ച ആൾക്കാർ നമ്മുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ കുറേ ആൾക്കാർക്ക് അതൊരു പിണക്കാവാറുണ്ട്. നിങ്ങൾ ഏത് സാരി ചോദിച്ചാലും പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ആയി പോകുന്നല്ലോ എന്നൊക്കെ പറയുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങിക്കാനായിട്ടാണെങ്കിൽ നമ്മളിങ്ങനെ ഒരു പ്രീ ബുക്കിംഗ് ഓപ്ഷൻ തന്നെ ക്രിയേറ്റ് ചെയ്തത്. ഈ സാരീസിന് അത്രയും ഒരു ഡിമാൻഡ് വന്നതുകൊണ്ട് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം സാരി സ്റ്റോക്ക് ഔട്ട് ആയതിനു ശേഷം തന്നെ ഒത്തിരി കസ്റ്റമേഴ്സ്, ഒരുപാട് കസ്റ്റമേഴ്സ് ഇത് റീസ്റ്റോക്ക് ചെയ്യുമോ, ഇത് ഇൻഫോം ചെയ്യുമോ, മെയിൽ ഫംഗ്ഷൻ ഉണ്ട് അല്ലെങ്കിൽ ജൂണിലത്തേക്കിന് മതി അറേഞ്ച് ചെയ്ത് തരുമോ എന്നൊക്കെ ചോദിച്ചു ഒത്തിരി ആൾക്കാർ എൻക്വയറി ചെയ്തിട്ടുണ്ട്. നമുക്ക് എല്ലാവരെയും പോയി പേഴ്സണലി വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്ത് ചിലപ്പോൾ പോസിബിൾ ആയെന്ന് വരത്തില്ല. കാരണം ഒത്തിരി ആ ഒരു കോൺടാക്ട്സ് ഒക്കെ ബാക്കിലേക്ക് പോയി വീണ്ടും വേറെ സാരീസിൻ്റെ എൻക്വയറീസ് ഒക്കെ വന്ന് കുറേ കോൺടാക്ട്സ് ഒക്കെ നമ്മൾ സ്കിപ്പായി പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വീഡിയോയിൽ ഓർമ്മിപ്പിക്കുന്നത്. നമ്മൾ വാട്സപ്പ് സ്റ്റാറ്റസ് ആയിട്ടും ഇടുന്നുണ്ട്. നമ്മളെ കോൺടാക്ട് ചെയ്യുന്ന എല്ലാ കോൺടാക്ട്സും നമ്മൾ സേവ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ വാട്സപ്പ് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുവാണെങ്കിൽ നമ്മുടെ അപ്ഡേഷൻസ് ഒക്കെ അറിയാനായിട്ട് സാധിക്കും. അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ പ്രീ ബുക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പ്രീ ബുക്ക് ചെയ്യാം. അല്ലാതെ ഈ ഡിസൈൻ ഇപ്പം വാങ്ങിക്കണം താല്പര്യമുള്ളവർക്ക് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ ഈ ഒരു ഡിസൈൻ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഈ സാരീസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ പുതിയ കളക്ഷൻസ് ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.